ഉൾപാർട്ടി തർക്കങ്ങൾ ഒരു വശത്ത് ചൂടുപിടിക്കുന്നതിനിടയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണ്. സിറ്റിംഗ് എംപിമാർ മത്സരിക്കുമെന്ന് പറയുമ്പോഴും ചിലരൊക്കെ നിയമസഭയിലേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. എന്തായാലും പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് കോൺഗ്രസ് വക്താവും ജയ്ഹിന്ദ് ടിവിയുടെ MDയുമായ പന്തളം സുധാകരൻ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. നമസ്കാരം. കോൺഗ്രസിന് ചുരുക്കം ചില ഔദ്യോഗിക വക്താക്കളേ ഉള്ളൂ KPCCയുടെ പട്ടികയിൽ. പക്ഷേ അനൗദ്യോഗികമായി പാർട്ടി നിലപാട് എന്ന പേരിൽ തങ്ങളുടെ നിലപാടുകൾ പരസ്യമാക്കുന്ന നേതാക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം KPCCയുടെ നേതൃയോഗം ചേർന്നു. ആ നേതൃയോഗത്തിന് ശേഷമാണ് മുൻ KPCC അധ്യക്ഷൻ കൂടിയായ VM സുധീരൻ പാർട്ടി ദേശീയ നേതൃത്വത്തിനെതിരെ അടക്കം രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയത്. കോൺഗ്രസിനുള്ളിൽ അച്ചടക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടോ? ഈ അച്ചടക്കം നഷ്ടപ്പെടുന്നു എന്ന സാഹചര്യമില്ല. പക്ഷേ കേരളത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയാണ്. പ്രത്യേകിച്ച് ശ്രീ VM സുധീരനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ഞങ്ങളുടെ KSU പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ആ കാലം മുതൽ എനിക്കൊന്നൊരു നൂറ്റാണ്ട് കാലം മുതൽ എന്ന് വെച്ചാൽ എത്രയോ വർഷമായി അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. കാര്യം ആരുടെ മുഖത്ത് നോക്കിയും ഏത് പാർട്ടി ഔദ്യോഗിക ഫോറത്തിലും അതിശക്തമായ വിമർശനം നടത്താനുള്ള ഒരു ചങ്കുറ്റവും അതിനുള്ളൊരു ചങ്കുറ്റമുള്ള ഒരാളാണ്. അപ്പോൾ ആ നിലയിൽ നമ്മൾ എല്ലാവരും അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ചിലത് ഒരു അസ്ഥാനത്തായി പോകുന്നില്ലേ എന്നെനിക്കൊരു സംശയമുണ്ട്. പ്രത്യേകിച്ച് KPCC പ്രസിഡന്റ് ശ്രീ K സുധാകരൻ അദ്ദേഹം ഒരു ചികിത്സ അർത്ഥം വിദേശ രാജ്യത്തേക്ക് പോകുന്ന തൊട്ടു മുമ്പ് നടന്ന നിർവാഹക സമിതിയിലാണ് ഈ പരാമർശങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അത് അത്രയും വേണമായിരുന്നു എന്ന് എനിക്കും സംശയമുണ്ട്. അല്ല, അദ്ദേഹം അതിന് പറയുന്ന ന്യായം ഒരുപക്ഷെ ഈ അദ്ദേഹത്തെ നിസ്സാരവൽക്കരിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് കുറച്ചധികം നാളുകളായി. അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ അത് നടപ്പിലാക്കാനോ നേതൃത്വം തയ്യാറാകുന്നില്ല എന്നൊരു ആക്ഷേപം. ആ നിസ്സഹായതയിൽ പിന്നെ ഇത് ഇനി എവിടെയാണ്? അതായത് പാർട്ടി സമിതിയിൽ പറയുന്നു, അവിടെ ഇതിന് പരിഗണന ലഭിക്കുന്നില്ല, പിന്നെ ഇത് എവിടെ പറയും എന്നൊരു ആശങ്കയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അല്ല, അത് തീർച്ചയായും ശരിയാണ്. കാരണം ഞാൻ അദ്ദേഹത്തെ കാണുന്ന ഒരു സവിശേഷത, അദ്ദേഹം പാർട്ടി ഫോറത്തിലാണ് പറഞ്ഞത്. പക്ഷേ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഒരു പ്രത്യേകത, ഈ വഴിയെ പോകുന്നവരെല്ലാം ഈ ചണ്ടയിൽ കൊട്ടുന്നു എന്ന് പറയുന്ന പോലെ ചാനലുകളിലൂടെ ആയാലും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ആയാലും അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അഭിപ്രായങ്ങളല്ല, അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ അതിനോട് എനിക്ക് പൂർണ്ണമായും യോജിപ്പില്ല. കാരണം നമ്മളെപ്പോഴും വിമർശിക്കുന്നത് പാർട്ടിയെ ഗുണപ്പെടുത്താൻ വേണ്ടിയായിരിക്കണം. അതിനപ്പുറത്തേക്ക് പോയാൽ അത് പാർട്ടിയോട് കാണിക്കുന്ന നെറികേടായിരിക്കും. അതാണ്. പക്ഷേ ഇവിടെ PS സുധീരൻ പാർട്ടി ഫോറത്തിൽ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അതിന് കടക്കുമ്പോൾ തീർച്ചയായും പ്രത്യേകിച്ച് ഇന്നത്തെ കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞ 7.5 വർഷമായി കേരളത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. ദേശീയ തലത്തിലും അതേ ഒരു അവസ്ഥയാണ്. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭിന്നമായി പോകുന്നതിന് പറഞ്ഞാൽ അധികാരത്തിന് പുറത്താണ്. അപ്പോൾ അവിടേക്കൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വലിയ ശ്രമം ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരു മുഖമായി ഇന്നിപ്പോൾ ജനങ്ങൾ കാണുന്നത്, പാർട്ടി കാണുന്നത്. പക്ഷേ അദ്ദേഹം അങ്ങനെ രാഹുൽ ഗാന്ധിയെ മുഖമായി കാണുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹം 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നിൽ നിന്ന് കോൺഗ്രസിനെ നയിച്ചു. പക്ഷേ ദയനീയമായ പരാജയമായിരുന്നു കഴിഞ്ഞ തവണ അടക്കമുണ്ടായത്. വീണ്ടും ഈ 5 സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ വലിയ വിജയം BJPക്ക് വീണ്ടും ഉണ്ടാകുന്നു. അപ്പോൾ അതിൽ നിന്ന് ഈ പാഠങ്ങൾ പഠിച്ചുകൊണ്ട്, ആ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ഈ മാസങ്ങൾ മാത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അവശേഷിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ട് അധികാരത്തിലേക്ക് വരാൻ കോൺഗ്രസിന് കഴിയുമെന്ന് യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾക്ക് കരുതാൻ കഴിയും? തീർച്ചയായിട്ടും കഴിയും. കാരണം ഈ നമ്മുടെ ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഇപ്പോൾ ഈ ഭരണത്തിൻ്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാരുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനം തെരഞ്ഞെടുപ്പും വിലയിരുത്തിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും വലിയ ഒരു പരാജയം ഏറ്റുവാങ്ങിയ പ്രധാനമന്ത്രി കോൺഗ്രസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി എമർജൻസി ഡിക്ലെയർ ചെയ്തു, അത് പിൻവലിച്ചു, തെരഞ്ഞെടുപ്പ് നടത്തി. ആ തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി പോലും പരാജയപ്പെട്ടു എന്ന് പറയുന്നത് ഒരിക്കലും പരാജയപ്പെടുമെന്ന് പ്രതിപക്ഷങ്ങൾ പോലും അക്കാലത്ത്
സ്വപ്നം കാണാത്ത ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു. താങ്കളിപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. ഗാന്ധി കുടുംബത്തിന് അപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ നിലപാടുകൾ, ആശയങ്ങൾ രൂപപ്പെടുന്ന മറ്റൊരു സംവിധാനം ഇല്ല. അത് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഒരു ഘട്ടത്തിൽ അത്തരം ആക്ഷേപങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരുമ്പോൾ കെ സുധാകരനും എതിരെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കണ്ണൂർ ശൈലി അത് KPCC അധ്യക്ഷ സ്ഥാനത്തിരുന്ന് തുടരുമ്പോൾ ആ കണ്ണൂർ ശൈലിക്കെതിരെ വ്യാപകമായ വിമർശനം ഒരു വിഭാഗം നേതാക്കൾ പാർട്ടിക്കകത്ത് നിന്ന് ഉയരുകയും അത് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ വസ്തുത എത്രത്തോളമാണ് എന്ന് നമുക്കറിയില്ല. പക്ഷേ ചില പരസ്യ വിമർശനവുമായി, ഏകപക്ഷീയമായ നിലപാടുകളാണ് നേതൃത്വത്തിന് എന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായി രംഗത്തുനിന്നു. ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് പാർട്ടിക്ക് ഗുണകരമായിരിക്കും. അനാവശ്യ വിവാദങ്ങൾ പാർട്ടിക്ക് ഗുണകരമാകില്ല. മാത്രമല്ല, ഇന്നത്തെ പ്രസൻറ്റ് കണ്ടീഷൻ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ പോലും ആഗ്രഹിക്കുന്നത് ഒരു ഗവൺമെൻറ് ചേഞ്ച് വരണം എന്നാണ്. അത്രമാത്രം കാര്യം. ഇപ്പോൾ MV ഗോവിന്ദമാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സൂര്യനാണെന്നാണ്. സത്യം പറഞ്ഞാൽ ഇത്രമാത്രം ശ്രീ പിണറായി വിജയനെ അപമാനിക്കുന്ന ഒരു പദപ്രയോഗം. കാര്യം സൂര്യനെ അപമാനിക്കുന്നു, അതോടൊപ്പം പിണറായി വിജയനെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം പാടി പുകഴ്ത്തി പഴയ ചക്രവർത്തിമാർ നീറോ ചക്രവർത്തിയെ പോലെ പ്രവർത്തിക്കുന്ന ഒരാളാക്കി മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടി ജനാധിപത്യത്തെയും മറ്റെല്ലാ മര്യാദകളെയും ലംഘിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ് AK ആന്റണി. അദ്ദേഹം മുൻ പ്രതിരോധ മന്ത്രി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നൊരാൾ BJPയിലേക്ക് ചേക്കേറി എന്നതും അദ്ദേഹം വലിയൊരു ദേശീയ ഭാരവാഹിത്വത്തിലേക്ക് വരുന്നു എന്നതും വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. താങ്കൾ എന്താണ്, AK ആന്റണിയായിട്ട് വളരെ വ്യക്തിബന്ധമുള്ള ഒരാളാണല്ലോ, അദ്ദേഹം ഇപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാനൊന്നും തയ്യാറായിട്ടില്ല ഒരു ഘട്ടത്തിലും. ഈ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? തീർച്ചയായിട്ടും അദ്ദേഹം മാനസികമായും ഒരുപക്ഷെ ശാരീരികമായും തകർന്ന നിമിഷങ്ങളായിരുന്നു അത്. എന്തായാലും ശ്രീ AK ആന്റണിയെ പോലെ ഒരാൾ ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം തൻ്റെ മകനോ മകളോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഒരാളോ എടുക്കുന്നതിന് യോജിക്കും, അല്ലെങ്കിൽ അതിന് പച്ചക്കൊടി കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആരും വിശ്വസിക്കുന്നില്ല. അല്ല, ഇപ്പോഴും ആ വിയോജിപ്പ് അദ്ദേഹത്തിന് അങ്ങനെ തന്നെ തീർച്ചയായിട്ടും കാണും. മാത്രമല്ല, ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത്, പ്രായപൂർത്തിയായ ഒരാളാണ്. അത് മകനായാലും ഭാര്യയായാലും കുടുംബത്തിലുള്ളവരായാലും സ്വന്തമായി രാഷ്ട്രീയത്തിൽ സ്വന്തം തീരുമാനമെടുക്കാമല്ലോ. അങ്ങനെ തീരുമാനമെടുക്കുന്നത് തെറ്റായി നമുക്ക് വ്യാഖ്യാനിക്കാനും കഴിയില്ല. താങ്കളുടെ സഹോദരനും സമാനമായ രീതിയിൽ ഒരു ഘട്ടത്തിൽ ശ്രീ പ്രതാപൻ, പന്തളം പ്രതാപൻ, അദ്ദേഹവും BJPയിലേക്ക് ചേക്കേറിയതാണ്. അതിന്റെ പേരിൽ ഏറെ താങ്കൾ പരിക്കേൽക്കേണ്ടി വന്നതാണ്. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ഈ അദ്ദേഹവുമായിട്ട് ഈ ഒരു കാര്യത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ പാർട്ടി മാറി എന്നതിന്റെ പേരിൽ നിങ്ങളുടെ ഒരു കുടുംബ ബന്ധത്തിൽ അത് വിള്ളൽ വീഴ്ത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു? കുടുംബജീവിതത്തിൽ വിള്ളലൊന്നും വീഴ്ത്തിയിട്ടില്ല. അന്ന് തന്നെ ഇങ്ങനെ പാർട്ടി മാറി ഞാൻ ലൈവ് ചാനലിൽ വീട്ടിൽ ഇരുന്നാണ് അത് കാണുന്നത്. കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. കാര്യം അത്ര ഒരു ഷോക്കായിപ്പോയി. പിന്നീട് ഞാൻ എൻ്റെ കുടുംബത്തിൽ പോകുന്നത് അങ്ങ് ചുരുങ്ങി, അറിയാതെ. അത് തന്നെയാണല്ലോ അത് വിള്ളലായിട്ടല്ല, പക്ഷേ കാരണം എൻ്റെ വീട് പാർട്ടി ഓഫീസായിരുന്നു. എന്ന് വെച്ചാൽ ടൗണിൽ തന്നെ ആയതുകൊണ്ട് ഈ പാർട്ടിയുടെ എല്ലാ കൊടിയും എല്ലാം സൂക്ഷിക്കുന്നത് എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അങ്ങനെ ത്രിവർണ്ണ പതാകയല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വീട്ടിൽ നിന്നും വന്ന ആളാണ് ഞാൻ. അവിടെയാണ് ഒരു ഡീവിയേഷൻ വന്നത്. അതെനിക്ക് ഒരുപാട് മാനസികമായ സംഘർഷം ഉണ്ടാക്കി. എനിക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ആക്ഷേപങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്നെക്കുറിച്ച് വിശ്വാസമുള്ളത് കൊണ്ട് തീർച്ചയായും ഞാനത് അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. ആ വിശ്വാസം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരു കാര്യം കൂടി, അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കോൺഗ്രസിൻ്റെ ചില മുതിർന്ന നേതാക്കളെ BJP ലക്ഷ്യമിടുന്നുണ്ടെന്നും, അതായത് സംസ്ഥാനത്ത് ഒരുപക്ഷെ നിർണായകമായ പദവികളിലേക്ക് അവരെ എത്തിക്കാനുള്ള, അല്ലെങ്കിൽ പാർട്ടി പദവികളിലേക്ക് എത്തിക്കാൻ നീക്കം നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളുണ്ട്. അവിടെ ഒരു ഘട്ടത്തിൽ താങ്കളുടെ പേരടക്കം, അല്ലെങ്കിൽ പന്തളം സുധാകരനെ BJP ലക്ഷ്യമിടുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായി ഈ കോൺഗ്രസിനോട് ഇത്രയും കാലങ്ങളായി ചേർന്ന് നിൽക്കുന്ന ഒരാളെന്നുള്ളതിൽ താങ്കൾക്ക് എങ്ങനെയാണ് പ്രതികരിക്കാൻ കഴിഞ്ഞത്? എനിക്ക് വളരെയധികം പരിഹാസമാണ് അങ്ങനെ പ്രചരിപ്പിക്കുന്നതിനോട്, ഒരു പുച്ഛമാണ്. ഈ വാർത്ത വന്നപ്പോൾ എന്നെ ശ്രീ ഉമ്മൻചാണ്ടിയും അതുപോലെ പ്രതിപക്ഷ നേതാവ് അന്നത്തെ ശ്രീ രമേശ് ചെന്നിത്തലയും VD സതീശനൊക്കെ വിളിച്ച് പറഞ്ഞു, പന്തളം ഇതുകൊണ്ട് അത് അറിയേണ്ട കാര്യമില്ല, ഞങ്ങളൊക്കെ പോലും BJPയിലേക്ക് പോകുന്നെന്ന് പറഞ്ഞ്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ
അവരുടെ ഒരു തന്ത്രമാണ്. ഓരോ അതായത് കൊള്ളാവുന്നവരുടെ പേര് എടുത്ത് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അതിനപ്പുറം അതൊരു അല്ല, അപ്പോൾ ഈ കെ സുധാകരനെ കുറിച്ച് പറയുന്നതും അങ്ങനെ മാത്രം, അല്ലെങ്കിൽ അദ്ദേഹം ഈ RSSുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ശാഖകളുമായി ബന്ധപ്പെട്ടൊക്കെ പല അവസരങ്ങളിൽ നടത്തിയ പ്രസ്താവനകൾ അത് വലിയ തരത്തിൽ വിവാദങ്ങളായി. കഴിഞ്ഞിടയിലും അടുത്തിടെയും അങ്ങനെ ഈ സിൻഡിക്കറ്റിലേക്കുള്ള നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ നടത്തിയ പ്രസ്താവന വലിയ തരത്തിൽ ചർച്ചകൾക്കൊക്കെ വഴിവെച്ചിരുന്നു. അപ്പോൾ ഈ അദ്ദേഹം ഒരു RSS അനുകൂല നിലപാട് സ്വീകരിക്കുന്നു പലപ്പോഴും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് BJPയുമായി ഒരു അന്തർധാര ഉണ്ട് എന്ന തരത്തിലുള്ള ആക്ഷേപം ഉയരുന്നതെന്ന് താങ്കൾ കരുതുന്നുണ്ട്? ഒരിക്കലുമില്ല. കാരണം അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ അല്ല അദ്ദേഹം. ഒരു അടിയുറച്ച് ഇപ്പോൾ ശ്രീ VS സുധീരൻ പറഞ്ഞു കോൺഗ്രസിലേക്ക് ശ്രീ കെ സുധാകരൻ വന്ന് 80കളിലാണ് എന്നൊക്കെ പറഞ്ഞു. അതിനു മുമ്പ് അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ VS സുധീരൻ പറയാം അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു എന്നാണ്. പിന്നെ കോൺഗ്രസിലെ വലിയ നേതാക്കന്മാർ വേറൊരു പാർട്ടിയിലേക്ക് പോയി, മൊറാർജി ദേശായി ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും നിലപാടുകൾ എടുത്ത് പോയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അദ്ദേഹം ഒരിക്കലും ഒരു തീവ്ര ഹിന്ദുത്വ RSS ലോബിയിലോ അല്ലെങ്കിൽ അതുമായി ചിന്തിച്ചു പോകുന്ന ഒരു പ്രവർത്തന ശൈലിയോ അദ്ദേഹത്തിനില്ല, ഒരിക്കലുമില്ല. അദ്ദേഹം ഒരു അടിയുറച്ച കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. പിന്നെ പറയുന്നതൊക്കെ ട്വിസ്റ്റ് ചെയ്ത് പോകുന്നു, അതിൽ അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല. അല്ല, ഈ കോൺഗ്രസിനുള്ളിൽ ഒരു വിഭാഗം കെ സുധാകരനെതിരെ നീങ്ങുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അദ്ദേഹത്തോടൊപ്പമുള്ള ചിലർ അല്ലെങ്കിൽ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് മാറുന്നതിന് പിന്നിൽ കോൺഗ്രസിനുള്ളിലുള്ള ഒരു വിഭാഗം നേതാക്കളാണെന്ന് താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? തോന്നുന്നില്ല. അങ്ങനെ കാരണം വെച്ചല്ല, അങ്ങനെ തോന്നാൻ പാടില്ല, അങ്ങനെ തോന്നുന്നുമില്ല. കാരണം കോൺഗ്രസ് എപ്പോഴും ഒരു പ്രസിഡൻറ്റ് ഓറിയൻറ്റഡ് പാർട്ടിയാണ്. മണ്ഡലം പ്രസിഡന്റ് മുതൽ KPC പ്രസിഡന്റ് വരെ AICC പ്രസിഡൻറ്റ് ഓറിയൻറ്റഡ് പാർട്ടിയാണ്. അപ്പം നമ്മളൊരു പ്രസിഡൻറ്റിനെ ഇഷ്ടമില്ലെങ്കിലും നമ്മുടെ ഇഷ്ടക്കാരനല്ലെങ്കിൽ അദ്ദേഹത്തെ തെറി വിളിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ മോശക്കാരനാക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടിയാണ് മോശക്കാക്കുന്നത്. ശ്രീ കെ സുധാകരൻ ഒരു കാലത്ത് ഒരു ചടുലമായ പ്രവർത്തന ശൈലിയിലൂടെ, പ്രത്യേകിച്ച് കണ്ണൂർ പോലെയുള്ള, അതിനു മുമ്പ് ശ്രീ N രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു, ശ്രീ K കരുണാകരൻ്റെയൊക്കെ വളരെ ഇതാണ്. അതിനുശേഷം ശ്രീ കെ സുധാകരൻ വന്നപ്പോൾ വളരെ ഒരു അജിറ്റേറ്റഡായിട്ട് ഒരു വൈബ്രൻസി ആ വൈബ്രൻസി ഉള്ളൊരു പ്രസിഡന്റാണ് ശ്രീ കെ സുധാകരൻ. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ വൈബ്രൻസി ഉള്ള ഒരു കാര്യം കാണാതിരിക്കാൻ കഴിയില്ല. കാരണം നിഖിൽ പൈലിയുടെ വിഷയമടക്കം ഇടുക്കിയിലടക്കം ഉണ്ടായ സമയത്തൊക്കെ അദ്ദേഹം മറ്റ് നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാടാണ് സ്വീകരിച്ചത്. എൻ്റെ കുട്ടികളെ ഞാൻ സംരക്ഷിക്കും, എന്ത് വില കൊടുത്തും എന്ന തരത്തിലുള്ള, അത് വലിയ തരത്തിൽ അത് ഇടതുപക്ഷം ആയുധമാക്കുകയും ചെയ്തിരുന്നു KPC അധ്യക്ഷനെതിരെ. അപ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിൽ ഒരു വൈബ്രൻസി കെ സുധാകരനെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് താങ്കൾ അടക്കം പറയുമ്പോൾ, മറുവശത്ത് നിന്ന് കെ സുധാകരൻ്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം അത് എവിടെ നിന്നോ ഉയരുകയാണ്. അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് പരാതി അയക്കുന്നു, ആ പരാതിന്മേൽ അന്വേഷണം നടത്തുമെന്ന് പറയുന്നു. കഴിഞ്ഞിടയ്ക്ക് അനാരോഗ്യകാര്യം കെ സുധാകരനെ മാറ്റണമെന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു. ഈ കാര്യത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? കോൺഗ്രസിനുള്ളിൽ അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ചർച്ച ഒരിക്കലും നടന്നിട്ടില്ലെന്ന് മാത്രമല്ല, കെ സുധാകരൻ KPC പ്രസിഡന്റ് വന്നത് തന്നെ ഒരു വലിയ ഒരു ആവേശമുണ്ടാക്കിക്കൊണ്ടാണ്. എന്നാലും മുല്ലപ്പള്ളിയുടെയും ശ്രീ കെ സുധാകരൻ്റെയും പ്രവർത്തന ശൈലി, സ്വഭാവ ശൈലി നല്ല വലിയ വ്യത്യാസമാണ്. പക്ഷേ ഈ വൈബ്രൻസി ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ആവേശത്തോടു കൂടിയാണ് അദ്ദേഹം KPC പ്രസിഡന്റ് ആയത്. അദ്ദേഹം KPC അധ്യക്ഷനായി 2 വർഷം പിന്നെടുക്കും, 3 വർഷം ആവുന്നു. അപ്പോൾ ആ ആവേശം നിലനിർത്താൻ കെ സുധാകരന് കഴിയുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ ആവേശം നിലനിർത്താൻ കഴിയേണ്ടത് അദ്ദേഹത്തിന് മാത്രം ചുമതലയല്ല. ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ എല്ലാ തട്ടുകളിലുമുള്ള പ്രവർത്തകന്മാരും നേതാക്കന്മാരുമാണ്. അതാണ് കാരണം. വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നതിന് പകരം പ്രസിഡൻറ്റിനെ, ഞാൻ നേരത്തെ പറഞ്ഞു പ്രസിഡൻറ്റ് ഓറിയൻറ്റഡ്, അപ്പോൾ പ്രസിഡൻറ്റിനെ കൂടുതൽ മഹത്വവൽക്കരിക്കുക മാത്രമല്ല സംരക്ഷിക്കാനുള്ള ബാധ്യത കൂടി എല്ലാ പാർട്ടി പ്രവർത്തകർക്കും ഉണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് വിമർശിക്കുന്നതിന് ആരും തടസ്സമല്ല. ആ വിമർശനങ്ങളെ നടക്കുന്നുള്ളൂ, അല്ലാതെ ആ വിമർശനങ്ങൾ എവിടെ നടക്കുന്നു എന്നതാണ് ചോദ്യം. കാരണം ആ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിലാണ് നടക്കുന്നതെങ്കിൽ ആരോഗ്യകരമായ വിമർശനം സ്വാഭാവികമായി അങ്ങനെയാണല്ലോ. അത് പുറത്തേക്ക് പ്രചരിക്കുമ്പോഴാണല്ലോ അത് അനാരോഗ്യകരമായ വിമർശനമായി മാറുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ അനാരോഗ്യകരമായ വിമർശനം കൂടി വരുന്നു. അതാണ് കെ സുധാകരന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗം രഹസ്യമായെങ്കിലും പാർട്ടിക്കുള്ളിലുണ്ട് എന്ന് ഇങ്ങനെ ചോദിക്കേണ്ട സാഹചര്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. ഈ ഗ്രൂപ്പ് നല്ലതാണ്. കെ കരുണാകരനും ഇത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, ശ്രീ ഉമ്മൻചാണ്ടിയും അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ഗ്രൂപ്പ് സർവ്വതും മറന്ന് ഒറ്റക്കെട്ടായി ശക്തമായി പ്രതിയോഗികളെ വകവരുന്ന വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നതിനുള്ള ശക്തി സമാഹരിക്കുന്ന ഗ്രൂപ്പായിരുന്നു അന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നേതാക്കന്മാർ പറയുന്നതനുസരിച്ച് ഇപ്പോൾ ഗ്രൂപ്പുകളില്ല. ഇപ്പം A ഗ്രൂപ്പെന്നോ അല്ലെങ്കിൽ I ഗ്രൂപ്പെന്നോ പറയാവുന്ന ഗ്രൂപ്പുകളില്ല. രണ്ട് ഗ്രൂപ്പുകളില്ല. രണ്ട് ഗ്രൂപ്പ്. അപ്പോൾ അതിൻ്റെ
പരിണത ഫലമായിട്ട് ഒരുപാട് നേതാക്കന്മാർ വന്നു. സുധീരൻ പറയുന്ന 5 ഗ്രൂപ്പ് എന്നാണ്. താങ്കൾ മനസ്സിലാക്കുന്ന എത്ര ഗ്രൂപ്പുകളുണ്ടെന്ന്? ഞാൻ പറഞ്ഞത് ഇപ്പോൾ എല്ലാ നേതാക്കന്മാർക്കും ഈക്വലായിട്ടുള്ള പ്രാധാന്യം വന്നു. നേരത്തെ ശ്രീ കെ കരുണാകരൻ്റെ ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ശ്രീ എ കെ ആന്റണി നേതൃത്വം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി നേതൃത്വം, അങ്ങനെയായിരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ട് ആ ഗ്രൂപ്പ് കംപ്ലീറ്റ്ലി വൈപ്ഡ് ഔട്ട് എന്നുള്ള വേണമെങ്കിൽ പറയാമല്ലോ. പക്ഷേ ഇപ്പോൾ ഈ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എ ഗ്രൂപ്പ്, ഐ ഗ്രൂപ്പ് എന്ന 2 ഗ്രൂപ്പുകളല്ല. അതിനപ്പുറത്തേക്ക് ചില സ്വാധീനമുള്ള നേതാക്കളുടെ കീഴിൽ അത് മുഴുവൻ ഒരു സൗരയൂഥം പോലെ അതെല്ലാം ഗ്രൂപ്പുകളായിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഓരോരുത്തരുടെയും സൗകര്യത്തിന് വേണ്ടി ഓരോ നേതാക്കന്മാരെയും കോർണർ ചെയ്ത് അവരെ ഓരോ ഗ്രൂപ്പുകളാക്കുക. അതിൻ്റെ എണ്ണം കൂടി. അത് സത്യപ്രതി കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അല്ല, സ്വാഭാവികമായിട്ട് ആ ഗ്രൂപ്പിൽ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? കെ സി വേണുഗോപാലാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകന് കിട്ടാവുന്ന ഏറ്റവും വലിയ പദവിയിൽ ഇന്നെത്തിയിരിക്കുന്നത് ശ്രീ കെ സി വേണുഗോപാലാണ്. കാരണം AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചാർജിൽ ജനറൽ സെക്രട്ടറി, വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, അങ്ങനെയുള്ള നിലയിൽ ശ്രീ എ കെ ആന്റണി പോലും വളരെ വർഷക്കാലം വർക്കിംഗ് കമ്മിറ്റി മെമ്പറും പാർലമെൻ്ററി ബോർഡ് മെമ്പറും ഒക്കെ കരുണാകരൻ സാർ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു സംഘടനയുടെ എൻ്റയർ കൺട്രോളുള്ള നയിക്കാൻ കഴിയുന്ന, അതായത് പ്രസിഡന്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു നേതാവായി മാറിയ ആള് ശ്രീ കെ സി വേണുഗോപാലാണ്. അല്ല, അത് പറയുമ്പോഴും അദ്ദേഹം നയിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പട്ടിക വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട സ്ഥലങ്ങളിൽ പൊതുവിൽ ഉണ്ടായ ഫലം എന്താണ് എന്ന് രാജ്യം കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഒരു ഘട്ടത്തിൽ വിമർശനങ്ങൾ വ്യാപകമാകുന്ന പശ്ചാത്തലമുണ്ടായി. അപ്പോൾ കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് തിരികെ വരും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും പാർട്ടിക്കുള്ളിൽ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാൽ പറഞ്ഞെത്തും എന്ന സന്ദേശങ്ങൾ അല്ലെങ്കിൽ അത്തരം ചിന്തകൾ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഒരു വസ്തുതയുണ്ട്. കോൺഗ്രസ് എപ്പോഴും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ഭരണഘടനാപരമായ ഒരു സമീപനമാണ് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത്. ഇന്ന ആളാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ ആരും നേരിട്ടില്ല. പക്ഷെ അറിയാമെങ്കിൽ പോലും അവസാന വാക്ക് എന്ന് പറയുന്നത് ഹൈക്കമാൻഡിൻ്റെയാണ്. ഹൈക്കമാൻഡ് അഭിപ്രായം രൂപപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എലക്റ്റഡ്, അതായത് തിരഞ്ഞെടുക്കപ്പെടുന്ന കോൺഗ്രസ് ജനപ്രതിനിധികളുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടാണ് ഹൈക്കമാൻഡ് ഒരു ഡിക്ലറേഷൻ നടത്തുന്നത്. അത് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MLA മാരാകാം, പുറത്തുനിന്ന് ഒരാളാകും, എന്തായാലും ഒരു ഇന്ത്യക്കാരനാകും. ഓക്കെ, അല്ല അങ്ങനെ അപ്പോൾ താങ്കൾ കെ സി വേണുഗോപാലിനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല? ഒരിക്കലുമില്ല, തള്ളിക്കളയാൻ പറ്റൂലല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അതാണ്. അതായത് രമേശ് ചെന്നിത്തലയെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു, മുല്ലപ്പള്ളി രാമചന്ദ്രനെ 19 സീറ്റിൽ വിജയിച്ചതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ പേരിൽ അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട കാര്യമില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് നിന്ന് രമേശ് ചെന്നിത്തലയെ മാറ്റേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നു? അല്ല, KPCC പ്രസിഡന്റിനെ മാറ്റിയ ഒരു സാഹചര്യം വന്നപ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിനെ കൂടെ മാറ്റണമെന്ന് ഹൈക്കമാൻഡിന് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായി എന്ന് തോന്നുന്നുണ്ടോ? അല്ല, പ്രയോജനം വെച്ചാൽ ആ സിസ്റ്റം അതേപോലെ നിൽക്കല്ലേ. അല്ല, അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തല തഴയപ്പെട്ടു, അദ്ദേഹത്തിന് അർഹമായ പ്രാതിനിധ്യം ഈ പിന്നീടുള്ള പുനഃസംഘടനയിലും അല്ലെങ്കിൽ പദവികൾ കൈമാറുന്നതിലും അടക്കം ലഭിച്ചിട്ടില്ല. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ അസംതൃപ്തി പരോക്ഷമായെങ്കിലും മാധ്യമങ്ങളോട് വെളിവാക്കിയിട്ടുള്ളതാണ്. സംസ്ഥാനത്ത് വീണ്ടും നിയമസഭയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലമുണ്ടായാൽ അവിടെ രമേശ് ചെന്നിത്തല മുമ്പിൽ നിന്ന് നയിക്കുന്ന ഒരു സാഹചര്യം ഇനി എത്രത്തോളം യാഥാർത്ഥ്യമാകാനാണ് സാധ്യത? അല്ല, അദ്ദേഹം ഈ അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം അത് തിരുത്തി പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കാലം KPCC പ്രസിഡന്റായി പ്രവർത്തിച്ച ഒരാളാണ് അദ്ദേഹം. ഒരു പദവി എന്നുള്ളത് കിട്ടാനുള്ള മുഖ്യമന്ത്രി ഇതേ ഉള്ളൂ. അത് രാഷ്ട്രീയമാണ്, ആരുടെ തലയിൽ എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. അദ്ദേഹം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഹൈക്കമാൻഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി കൺസൾട്ട് ചെയ്യുന്ന വ്യക്തികളിൽ ഒരു നേതാക്കന്മാരിൽ ഒരാളാണ്. ഇപ്പം മഹാരാഷ്ട്ര പോലെയുള്ള വലിയ സ്റ്റേറ്റിൻ്റെ ചുമതലയാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല. മാത്രമല്ല, കേരളത്തിൽ ഈ എല്ലാവരുമായിട്ട് കോൺഗ്രസ് പ്രവർത്തകരുമായിട്ട് നിരന്തരം ഈ ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് ബന്ധമുള്ള ഒരാളാണ് ശ്രീ രമേശ് ചെന്നിത്തല. അങ്ങനെ ഒരാളെ തഴയാൻ പറ്റൂലല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ അവിടെയാണ് ഈ സംശയം ഉയരുന്നത്. താങ്കൾ പറയുന്നു കെ സി വേണുഗോപാൽ സംസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അവിടെ തന്നെ രമേശ് ചെന്നിത്തല അടക്കം ഉള്ള മുതിർന്ന നേതാക്കൾ, PD സതീശൻ പ്രതിപക്ഷ നേതാവായി തുടരുന്നു. അപ്പോൾ അതിനിടയിലേക്ക് ഒരു കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ
ഈ ആര് നയിക്കുമെന്നൊരു ചോദ്യം, പ്രത്യേകിച്ച് ശശി തരൂർ അടക്കം അദ്ദേഹത്തിന്റെ പേര് വരെ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ എ ഗ്രൂപ്പ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. താങ്കൾ അപ്രസക്തമായി എന്ന് പറയുന്ന എ ഗ്രൂപ്പ് ശശി തരൂരിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ സജ്ജമാവുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഒരു ഘട്ടത്തിൽ വന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ലീഡർ കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യുമോ കോൺഗ്രസിനുള്ളിൽ? അല്ല, അതിൽ നേതാക്കന്മാരുടെ കുറച്ച് ആത്മസംയമനം പാലിക്കണം. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഈ ജനങ്ങളെ നരകതുല്യമായ രീതിയിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പിണറായി സർക്കാരിൻ്റെ മോചനമാണ്. ആ മോചനം തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ കൂടെ മാത്രമേ, അല്ലെങ്കിൽ അത് നേതൃത്വം നൽകുന്ന UDF-ലൂടെ സാധ്യമാകുകയുള്ളൂ. ഇവിടെ തന്നെ പുതിയ CPI-യുടെ പാർട്ടി സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം തന്നെ പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷം, അഭിമാനം തോന്നി. ശ്രീ രാഹുൽ ഗാന്ധിയെ കളിയാക്കി അദ്ദേഹത്തിനെ ഡീഗ്രേഡ് ചെയ്യുന്നത് ഇന്ത്യക്ക് ദോഷം ചെയ്യുമെന്ന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ പറയുകയുണ്ടായി. അപ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മഹത്വം, കാരണം മോഡി നയിക്കുന്ന ഈ ഏകാധിപത്യ പ്രവണതയെ തകർക്കാൻ, അതിനെ നേരിടാൻ സാധ്യത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവ് രൂപം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പോൾ അതിനെ ഒരിക്കലും കളങ്കപ്പെടുത്താനോ അതിൻ്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കാനോ പാടില്ല. അല്ല, താങ്കൾ തന്നെ പറയുന്നു ഇപ്പോൾ ഈ എങ്ങനെയും ഈ പിണറായി സർക്കാരിനെതിരെ ഒരു ജനരോഷമുണ്ടെന്ന്. അപ്പോൾ ആ കാര്യം ജനങ്ങൾ തിരിച്ചറിയുന്നു, അവർക്കൊരു ഓൾട്ടർനേറ്റീവ് വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ ആ തിരിച്ചറിവ് കോൺഗ്രസ് നേതാക്കൾക്ക് കൂടെ ഉണ്ടാകണ്ടേ? കാരണം അത് തിരിച്ചറിയാൻ കഴിയാതെ പോയത് കൊണ്ടായിരിക്കാമല്ലോ ഒരുപക്ഷെ വീണ്ടും തുടർഭരണം അവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനാണ്. ഞാൻ ഈ നമ്മുടെ പെട്ടിക്കടകളിലും ചായക്കടകളിലും ഒക്കെ കയറി ഇറങ്ങി നടക്കുന്ന ആളാണ്. പക്ഷേ അവിടെ നിൽക്കുമ്പോൾ അവിടെയുള്ള ചായ കുടിക്കാൻ വരുന്നവരുടെയും പ്രതികരണം സത്യം പറയാൻ എനിക്ക് പലപ്പോഴും ആശങ്കയും നിരാശയും പ്രതിഷേധവും ഉണ്ടാക്കുന്ന ചില കമൻറ്റുകളാണ് വരുന്നത്. കാരണം കോൺഗ്രസ്സുകാർ തന്നെ കോൺഗ്രസിൻ്റെ സാധ്യതകളെ ഇല്ലാതാക്കുന്നു എന്നുള്ള ഒരു പറച്ചിലുകളുണ്ട്. ഇത്തരം പറച്ചിലുകൾ തീർച്ചയായും ഒരു മുന്നണിയെയും പാർട്ടിയെയും പ്രതികൂലമായി ബാധിക്കും. അങ്ങനെയുള്ള പറച്ചിലുകൾ വരാതിരിക്കാൻ തീർച്ചയായിട്ടും എല്ലാ നേതാക്കന്മാർക്കും ഉത്തരവാദിത്തമുണ്ട്. കോൺഗ്രസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവരും മുഖ്യമന്ത്രിമാരാകാൻ യോഗ്യരാണ്, അതിന് യോഗ്യരല്ലാത്തവരാരുമില്ല. അത് CPM-ൽ അങ്ങനെയില്ല. CPM-ലാണെങ്കിൽ ഒരു പിണറായി വിജയൻ സൂര്യനാണ്, അങ്ങോട്ട് അടുക്കാനേ പറ്റില്ല. MV ഗോവിന്ദൻ മാഷ് നിൽക്കുന്നത്, പിണറായി വിജയൻ പിണറായിലാണ് നിൽക്കുന്നതെങ്കിൽ MV ഗോവിന്ദൻ മാഷ് കോവളത്താണ് നിൽക്കുന്നത്. അത്ര ഡിസ്റ്റൻസാവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ കോൺഗ്രസ്സിൽ അങ്ങനെയല്ല, എല്ലാവരും അടുത്തടുത്ത് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റിൽ ചേർന്ന് നിൽക്കുന്നവരാണ്. ആ ചേർന്ന് നിൽക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ് ജനങ്ങൾ കൊണ്ട് ആക്ഷേപം പറയിപ്പിക്കാതെ ഈ മുന്നണിയെ നയിക്കാനുള്ള ഉത്തരവാദിത്തം. അത് സാധ്യമാകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും അങ്ങനെ വന്നല്ലേ പറ്റൂ, അല്ലെങ്കിൽ ജനങ്ങൾ അതിങ്ങനെ വരുത്തും. അല്ല, അപ്പോൾ ഞാൻ അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. അതായത് താങ്കൾ പറയുന്നു ഈ കെ സുധാകരന് അദ്ദേഹം ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ്, ചികിത്സകൾ പുരോഗമിക്കുന്നു, അദ്ദേഹം സുഖം പ്രാപിച്ചു വരട്ടെ. പക്ഷേ അദ്ദേഹത്തിനെ അനാരോഗ്യം അലട്ടുന്നുണ്ട് എന്ന ഒരു വാർത്ത ഇങ്ങനെ എയറിൽ കറങ്ങുകയാണ്. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റേണ്ട ഒരു സാഹചര്യം വന്നാൽ പ്രതിപക്ഷ നേതാവിനെയും താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഫോർമുല അനുസരിച്ച് മാറ്റി ഒരു പരീക്ഷണം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഇപ്പോൾ എന്തായാലും വിദൂരതയിൽ പോലും ഒരു KPCC പ്രസിഡന്റിനെ മാറ്റുന്ന ചർച്ചയില്ല, അങ്ങനെ ഒരു സാഹചര്യമില്ല. പിന്നെ കോൺഗ്രസ് ഒരു മനുഷ്യത്വമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പോൾ അനാരോഗ്യത്തിൻ്റെ പേരിൽ ഒഴിവാക്കുന്ന ഒരു പാർട്ടിയല്ല. ഇതിൻ്റെ പൂർണ്ണ ആരോഗ്യവാന്മാരെ ഫയൽമാന്മാരെ പോലെ ഇരിക്കുന്ന ജനപ്രതിനിധികൾ പോലും ഒരു കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു 50 വർഷം തുടർച്ചയായിട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്, നമുക്കറിയാമല്ലോ. എന്തായാലും ശ്രീ കെ സുധാകരൻ്റെ നേതൃത്വത്തെ തന്നെയായിരിക്കും ഈ വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതിന് മാറ്റം വരുത്തേണ്ട ഒരു ആവശ്യം ഞാൻ കാണുന്നില്ല. വ്യക്തിപരമായി ഒരു ചോദ്യം കൂടി പന്തളം സുധാകരനോട്, പാർലമെന്ററി രംഗത്തേക്ക് തിരികെ വരണം എന്ന ആഗ്രഹം താങ്കൾക്കുണ്ട്? പാർലമെൻ്ററി രംഗത്തേക്ക് തിരികെ വരണം എന്ന ആഗ്രഹമില്ലാത്ത ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഒരു പാർട്ടിക്കാരനും ഇല്ല, എത്ര വയസ്സായാലും. അപ്പം ഈ എന്നെപ്പോലൊരു ആളിൻ്റെ, ഞാൻ ഒരുപാട് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളാണ്. മറ്റഴിമതി ആരോപണങ്ങളോ മറ്റ് തരത്തിലുള്ള ദുരാരോപണങ്ങളോ ഒന്നും എൻ്റെ സുഹൃത്തുക്കളുടെ ഭാഗ്യം കൊണ്ടും എൻ്റെ ഭാഗ്യം കൊണ്ടും കേട്ടിട്ടുമില്ല. അതുകൊണ്ട് പാർട്ടി എന്താ തീരുമാനിക്കുന്നത് വെച്ചാൽ ആ തീരുമാനത്തിന് സീറ്റ് തരികയാണെങ്കിൽ സ്വീകരിക്കും, തരുന്നില്ലെങ്കിലും സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും അക്കാര്യത്തിൽ ഒരു നിസ്സംഗനാണ്. എൻ്റെ എളിയ കോൺട്രിബ്യൂഷന് പാർട്ടി അംഗീകരിക്കും മുമ്പ് ആ അംഗീകാരത്തിൻ്റെ പേരിൽ എന്ത് ശിക്ഷയോ അല്ലെങ്കിൽ സമ്മാനമോ തന്നാലും അത് സ്വീകരിക്കുന്ന ഒരു എളിയ കോൺഗ്രസ് പ്രവർത്തകനായിരിക്കും ഞാൻ. പക്ഷേ കോൺഗ്രസ് ശക്തമായി മുന്നോട്ട് പോകണം. അതിന് ഈ നേതാക്കന്മാരുടെ ഈ കലബല അവരൊന്ന് സ്വയം നിയന്ത്രിക്കണം. ഒരു സ്വന്തം സെൻസറിങ്
നേതാക്കന്മാർ കേരളത്തിൽ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി. ഇത്രയധികം സമയം ഞങ്ങളോടൊപ്പം ചെന്നതിന് നന്ദി. നമസ്കാരം.